ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. നമ്മൾ റൊട്ടേഷണൽ മോഷൻ്റെ അടുത്ത ഒരു പാർട്ടിലേക്ക് കടക്കാം. ഇപ്പോൾ റൊട്ടേഷണൽ മോഷൻ നമ്മൾ ഏകദേശം ഇതൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചല്ലോ, ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുവാണ്. ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതായത് സോളിഡ് ഡിസ്ക്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് ഡിസ്ക്. സോളിഡ് ഡിസ്ക് ഈസ് IZ ഡയറക്ഷനിൽ, അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ mr²/2, തിരിച്ചുള്ള ഡയമെട്രിക്കൽ ആക്സിസിൽ IX അല്ലെങ്കിൽ IY = mr²/4. ഈ സെയിം തന്നെ റിങ്ങിൻ്റെ കേസിൽ സർക്കുലർ, സോളിഡ് സർക്കുലർ ആണ്. ഈ റിങ്ങിൻ്റെ കേസിൽ ഇറ്റ് ബിക്കംസ് IZ = mr²IX = IY = mr²/2 വരും. ഇനി നമ്മൾ പറഞ്ഞു സ്ഫിയർ, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് 2/5 mr². അതുപോലെ തന്നെ നമ്മളുടെ മറ്റേ സ്ഫിയർ ആണെങ്കിൽ, ഹോളോ സ്ഫിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് 2/3 mr². പിന്നെ സിലിണ്ടറിൻ്റെ കേസിൽ സെയിം ഇങ്ങനെ തന്നെ, സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് mr²/2. അതുപോലെ തന്നെ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് mr². സോ ഇതൊക്കെയാണ്, ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. സൈഡിൽ എഴുതാൻ ഗ്യാപ്പില്ല, അല്ലെങ്കിൽ ഞാനത് എഴുതി വെച്ചേനെ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാനായിട്ട്. ഓക്കെ, തൽക്കാലം നമുക്കിങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് 2015 കീമിൽ വന്നൊരു പ്രോബ്ലമാണ്. എ ബോഡി റോൾസ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡി താഴേക്ക് വരുവാണ്. കാരണം ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതെല്ലാം ഹോളോ സിലിണ്ടർ, അതേപോലെ റിംഗ്, സോളിഡ് ഡിസ്ക്, സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ഗോളാകൃതിയിലുള്ളൊരു സാധനമാണ് താഴേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാകും. എന്നിട്ട് എന്താ പറയുന്നത്, അപ്പോൾ ഇങ്ങനൊരു ബോഡി മൂവ് ചെയ്യുമ്പം അതിന് എന്തൊക്കെ ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ടാകും? അതിന് ട്രാൻസ്ലേഷണൽ മോഷൻ, അതായത് അതിന് ലീനിയർ മൂവ്മെൻ്റ് ഉണ്ടാവും, ലീനിയർ മോഷൻ ഉണ്ടാവും. അത് തന്നെ അതിൻ്റെ ആക്സിസിൽ ഉരുണ്ടുരുണ്ടായിരിക്കും താഴേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു ചക്രമോ എന്തെങ്കിലുമൊക്കെ മുകളിൽ താഴേക്ക് വരും, അതിനൊരു ലീനിയർ മോഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതിനൊരു റൊട്ടേഷണൽ മോഷനും ഉണ്ട്. സോ അതൊരു റൊട്ടേഷണൽ മോഷനിലും ലീനിയർ മോഷൻ രണ്ടും അതിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? കൈനറ്റിക് എനർജി ഓഫ്, അപ്പം അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് കൈനറ്റിക് എനർജി ആയിരിക്കും. സോ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ, കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഈസ് 40%. 40% 40/100 ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ. സോ ലെറ്റ് us see കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ മോഷൻ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാലോ, 12 × mv². അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ 12 × m പകരം ഇവിടെ എന്ത് വരും? I, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരും. വിക്ക് പകരം ഹിയർ ഇറ്റ് കംസ് എന്താണ്? വിക്ക് പകരം ഇറ്റ് ഈസ് ω². അപ്പോൾ ഇത് രണ്ടും പറഞ്ഞു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 × I × ω², ദാറ്റ് ഈസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് 0.4 എന്ന് എഴുതാമല്ലോ, 0.4 × ദാറ്റ് ഓഫ് ലീനിയർ കൈനറ്റിക് എനർജി, 12 × m × v². ഇനി നമുക്ക് ഹാഫ് ക്യാൻസൽ ചെയ്ത് കളയാം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ബട്ട് വി നോ v is equal to rω. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Iω² is equal to 0.4 m × rω² So I × ω² is equal to 0.4 × m × r²ω². ഈ ഒരു ω² ഈ ഒരു ω² ക്യാൻസൽ ചെയ്യാം. സോ ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 0.4 m × r² ആണ്. അപ്പോൾ 0.4 m × r² മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ടുള്ള എന്ത് മെറ്റീരിയലാണ് ഉള്ളത്? യെസ്, ദാറ്റ് ഈസ്, നമുക്ക് ഇങ്ങനെ എഴുതാം അതിനെ 2/5 mr². സോ ഏത് ബോഡിയുടെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2/5 mr² ഉള്ളത്? ദാറ്റ് ഈസ് സോളിഡ് സ്ഫിയർ. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണ് ഈ ഉരുണ്ട് താഴേക്ക് വരുന്നത്. സോ അങ്ങനെ I നമുക്ക് കണ്ടുപിടിച്ചാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഏത് ബോഡിയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റും. സോ നിങ്ങൾ ആ പറയുന്ന എല്ലാ ബോഡിയും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ ഓരോരോ ബോഡിയെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുക, അത് വെച്ചിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഈസ് സോളിഡ് സ്ഫിയർ. ഓക്കെ.
നെക്സ്റ്റ് 2014 ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, രണ്ട് ഡിസ്ക് ഉണ്ട്, റൊട്ടേറ്റിംഗ് അബൌട്ട് ദിയർ റെസ്പെക്റ്റീവ് ആക്സസ് ഓഫ് റൊട്ടേഷൻ വിത്ത് ആംഗുലർ സ്പീഡ്. രണ്ട് ഡിസ്ക് ഉണ്ട്, അത് രണ്ടും അതിൻ്റെ തന്നെ റെസ്പെക്റ്റീവ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ആംഗുലർ സ്പീഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് 2 റേഡിയൻസ് പെർ സെക്കൻഡ്, സെക്കൻഡിൻ്റെ 5 റേഡിയൻസ് പെർ സെക്കൻഡ്. അത് രണ്ടും കൂടെ എന്ത് ചെയ്തു, ആർ ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട്, അത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തു. എന്നിട്ട് ചെയ്തു സച്ച് ദാറ്റ് ദെയർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ കോയിൻസൈഡ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും കൂടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്തായി, സെയിം ആയി. Now the angular speed of the system becomes 4 radians per second. If the moment of inertia of the second disk is 1 into 10 to the power minus 3 kg meter square, then the moment of inertia of the first disk. Okay. അപ്പോൾ 2 ഡിസ്ക് ഉണ്ടായിരുന്നു, 2 ഡിസ്ക് 2 സെപ്പറേറ്റ് ആംഗുലർ സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു, ഫസ്റ്റ് വണ്ണിൻ്റെ 2 റേഡിയൻസ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് omega 1 ഈസ് ഈക്വൽ ടു ദിസ് വൺ. omega 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി അതങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ ഒന്നായി, രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ് രണ്ടും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എന്താണ് പറഞ്ഞത്, രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ദെയർ കമ്പൈൻഡ് ഒമേഗ എന്ന് പറയുന്നത് 4 റേഡിയൻസ് പെർ സെക്കൻഡ്. എന്നിട്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സെക്കൻഡ് ഡിസ്ക് പറഞ്ഞിട്ടുണ്ട് I2 is 1 into 10 to the power minus 3 kg meter square. ഇതിൻ്റെ ഫസ്റ്റ് വണ്ണിൻ്റെ ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നേരത്തെയിലൊക്കെ ചെയ്ത പോലെ തന്നെ കൺസർവേഷൻ ഓഫ് റൊട്ടേഷണൽ മൊമെൻറ്റം, ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് റൊട്ടേഷണൽ മൊമെൻറ്റം വെച്ചിട്ട് നമ്മുടെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കേസ് ഇങ്ങനെ തന്നെയാണ്. ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ P is equal to mv, റൊട്ടേഷണൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ L is equal to മാസിന് പകരം I, ഇതിന് പകരം വെലോസിറ്റിക്ക് പകരം ഒമേഗ. സോ എന്താ ഇത് പറയുന്നത്, ഇനിഷ്യൽ I1 ഇൻറ്റു omega 1 പ്ലസ് I2 ഇൻറ്റു omega 2 is equal to I1 പ്ലസ് I2, രണ്ടിനെയും കൂടെ കൂടി ചേർന്ന് I1 പ്ലസ് I2 ഇൻറ്റു ഒമേഗ. ദാറ്റ് ഈസ് റൊട്ടേഷണൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു റൊട്ടേഷണൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, I1 നമുക്ക് അറിയത്തില്ല, സോ I1 ഇൻറ്റു 2 പ്ലസ് I2 ഇൻറ്റു I2 നമുക്കറിയാം. സോ I2ൻ്റെ വാല്യൂ കൊടുക്കുക, 1 ഇൻറ്റു 1 കൊടുക്കണ്ട, 10 to the power minus 2 ഇൻറ്റു omega 2 ഈസ് 5 ഈസ് ഈക്വൽ ടു I1 നമുക്കറിയത്തില്ല, I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ 10 to the power minus 3 അല്ലേ, ഇൻറ്റു ഇതിൻ്റെ ഫൈനൽ ഒമേഗ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത് നോക്കാം, 2I1 പ്ലസ് 5 ഇൻറ്റു 10 to the power minus 3 ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം, 4I1 പ്ലസ് 4 ഇൻറ്റു 10 to the power minus 3. അപ്പം ഈ I1 ഇതിനെ അങ്ങോട്ട് കൊടുക്കാം, അപ്പോൾ ഈ 4നെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 10 to the power minus 3, ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരാണ്, minus 4 ഇൻറ്റു 10 to the power minus 3 ഈസ് ഈക്വൽ ടു 4I1, ഈ 2I അങ്ങോട്ട് പോയി, minus 2I1. സോ 2I1 എന്ന് പറയുന്നത് എന്ത് കിട്ടി, 10 to the power minus 3. സോ I1 is equal to 1/2 into 10 to the power minus 3 is equal to 0.5 into 10 to the power minus 3. ഉണ്ടല്ലോ ആൻസർ. സോ ദാറ്റ് ഈസ് ആൻസർ ഈസ് 0.5 into 10 to the power minus 3. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാവുന്ന കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, റൊട്ടേഷണൽ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട്, റൊട്ടേഷണൽ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് I ഇൻറ്റു ഒമേഗ. നമുക്ക് I1 തന്നിട്ടില്ല, I2 തന്നിട്ടുണ്ട്, പിന്നെ ഫൈനലിൽ വരുമ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടുന്ന സാധനമാണ് അവിടെ വരുന്നത്. അതായത് M1 M2 എന്ന് പറയുന്നത് അവിടെ M1 പ്ലസ് M2 വരുമല്ലോ, അതേ മരുന്ന് ഇവിടെ I1 പ്ലസ് I2 ആണ് ഇതിൻ്റെ ഫൈനൽ I.
സോ ഐ ഹിയർ ഇറ്റ് ബിക്കംസ് I1 പ്ലസ് I2. അത് കൊടുക്കുക. അതിൻ്റെ ഒമേഗ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ഒമേഗ കൊണ്ട് വിന് പകരം നമ്മളിവിടെ ഒമേഗ കൊടുക്കുന്നു. ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം, ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ണിൻ്റെ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇതിനോട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഈ 2ഉം ഈ 5ഉം കൂടെ ചേർന്നിട്ട് അവസാനം ഇറ്റ് ബിക്കംസ് 4. സോ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. ദാറ്റ്സ് ഓൾ.